മാനസികമായി നമ്മളാകെ ടെൻഷനിലായാൽ എന്ത് ചെയ്യണം? അതിനുവേണ്ടി തന്നെ പ്രത്യേകം ചില ദിക്റുകളും പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ സ്വാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ. ഏതൊരു മനുഷ്യനാവട്ടെ, ഏതൊരു വ്യക്തിയാവട്ടെ, ആരാവട്ടെ, അവന് വല്ല ഹമ്മും പിടികൂടിയാൽ, എന്താ ഹമ്മ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തൊക്കെയോ അവന് നഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ചുള്ള സങ്കടം ഇങ്ങനെ കൊണ്ടു നടക്കാതാണ് ഹമ്മ്. ഇനി ഹുസ്ന് ബാധിച്ചാലോ, പലതും കിട്ടിയില്ലല്ലോ എന്ന ഖേദം വരുന്നു, ഭാവിയെക്കുറിച്ച് അവന് വല്ലാത്ത സങ്കടമുണ്ട്, ബേജാറുണ്ട്, അങ്ങനെയൊക്കെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. കാരണം എന്താണെന്ന് പറയാൻ കിട്ടുന്നില്ല. എന്തോ അസ്വസ്ഥത, ശൈത്താൻ അവിടെ അങ്ങനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്, മനസ്സ് വല്ലാതെ പതറിപ്പോകുന്നുണ്ട്, ഒന്നിലേക്കും ശ്രദ്ധ കിട്ടുന്നില്ല, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി പോരാ, ഉറങ്ങാൻ കഴിയുന്നില്ല, നിസ്കാരത്തിൽ പോലും ശ്രദ്ധയില്ല, ആകെ ടെൻഷനിൽ ആകെ അകപ്പെടുകയാണ്. ഈ ഒരവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് വരാത്തത്? ഇതൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ അതിനൊരു മരുന്നുണ്ടെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിസ്കാരം മാത്രമല്ല, സ്പെഷ്യലായി ഒരു ദുആ ഇവിടെ പഠിപ്പിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോ അവൻ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഔ അൻസൽതഹു ഫീ കിതാബിക أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഈ ദുആ ഒരാൾ പറഞ്ഞാൽ, ഈ ദിക്ർ ഒരാൾ പറഞ്ഞാൽ, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, ഏത് വിധത്തിലുള്ള ടെൻഷനാണെങ്കിലും, സങ്കടമാണെങ്കിലും, ദുഃഖമാണെങ്കിലും, മനോവിഷമമാണെങ്കിലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് നീക്കിക്കളയാതിരിക്കുകയില്ല. വഅബ്ദലഹു മകാനഹു ഫറജാ, അതിന്റെ സ്ഥാനത്ത് റബ്ബ് നല്ല തുറസ്സു നൽകും, നല്ല റാഹത്ത് നൽകും എന്നിങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഒരൽപ്പം സുദീർഘമായ ഈ ദുആ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ നതഅല്ലമുഹാ, ഇത് ഞങ്ങൾ പഠിക്കണോ? ഇത് ഞങ്ങൾ പഠിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലാ, അതെ, യംബഗീ ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, കേട്ടവര് മുഴുക്കെ പഠിക്കേണ്ട അനിവാര്യ ദുആയാണിത്. കേട്ടവര് മുഴുവൻ പഠിക്കേണ്ടുന്ന അനിവാര്യ ദുആയാണത്. ബാധ്യത കൂടുകയാണ്, എനിക്കും കൂടി നിങ്ങൾക്കും കൂടി. ഞാൻ പറഞ്ഞു, എന്നെ കേൾപ്പിച്ചു, നിങ്ങളെയൊക്കെ കേൾപ്പിച്ചു, നിങ്ങളൊക്കെ കേട്ടു, ഇനി ഇത് പഠിക്കൽ അനിവാര്യമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകമാണ്, യൻബഗി, അനിവാര്യമാണ്, ലിമൻ സമിഅഹാ, ഇത് കേട്ടവര് മുഴുവനും അത് പഠിക്കൽ അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്? റബ്ബേ, ഞാൻ നിന്റെ അടിമയാണല്ലോ. സങ്കടം പറയാണ് റബ്ബിനോട്, റബ്ബേ, ഞാൻ നിന്റെ അടിമയാണല്ലോ, നിന്റെ അടിമയുടെ മോനാണല്ലോ, നിന്റെ ഇന്ന അടിയാത്തിയുടെ മോനാണല്ലോ, എന്റെ കാര്യങ്ങളൊക്കെ നിന്റെ കൺട്രോളിലാണല്ലോ, നിന്റെ കൺട്രോളില്ലാതെ ഒന്നും നടപ്പില്ലല്ലോ, എന്നിലുള്ള വിധികളും എല്ലാ തീരുമാനങ്ങളും നീ നടപ്പിലാക്കുന്നവനാണല്ലോ, നിന്റെ തീരുമാനങ്ങൾ മുഴുവനും നീതിയാണല്ലോ, അനീതി നീ എന്നോട് ചെയ്യൂല. ഇതൊക്കെ റബ്ബിന്റെ മുമ്പിൽ അവന്റെ പ്രത്യേകതകൾ, അവനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എടുത്ത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പറയാണ്. ഇനി ചോദിക്കുകയാണ്, അസ്അലുക റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള ഏതെല്ലാം പേരുകളുണ്ടോ, അതേതൊക്കെ പേരാണ് നിനക്കുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു ഹദീസിൽ 99 ഞാൻ പഠിച്ചിട്ടുണ്ട്, മറ്റ് ചില ഹദീസുകൾ കൊണ്ട് അതിനപ്പുറവുമുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും തീരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ഈ ദുആയിലെ വാചകങ്ങൾ നമുക്ക് ആ മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. റബ്ബേ, നിന്റെ പേരുകൾ കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. പല കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം. അസ്മാഉൽ ഹുസ്ന, റബ്ബിന്റെ പേരുകൾ, ആ പേരുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഓരോ സമയത്ത് ദുആ ചെയ്യുമ്പോൾ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ആ പേരുകൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ, റബ്ബേ, നിന്റെ മുഴുവൻ പേരുകളും കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ആ പേരുകൾ ഏതൊക്കെയാണ്? നീ നിന്റെ നഫ്സിന് നീ അതുകൊണ്ട് പേര് വെച്ചിട്ടുണ്ട്.
നിനക്ക് നീ ഏതൊക്കെ പേര് വെച്ചിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ ഞാൻ ചോദിക്കുന്നു. അതല്ലെങ്കിൽ നിന്റെ ഹൽക്കുകളിൽ നിന്ന്, നിന്റെ പടപ്പുകളിൽ നിന്ന് ഏതെങ്കിലും നബിക്കോ മലക്കിനോ മറ്റാർക്കെങ്കിലുമോ നീ പഠിപ്പിച്ചു കൊടുത്തവ ഏതൊക്കെയുണ്ടോ അതും ഞാൻ നിന്നോട് മുൻനിർത്തി ചോദിക്കുകയാണ്. ഇനി നിന്റെ കിതാബിൽ നീ ഇറക്കിയിട്ടുള്ള ഏതൊക്കെ പേരുകളുണ്ടോ അതും ഞാൻ ഇതാ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു. നിങ്ങൾ ഇനി ഒരാൾക്കും നീ പഠിപ്പിച്ചു കൊടുക്കാതെ നിന്റെ ഇൽമുൽ ഗൈബ് എന്ന് പറയുന്ന അദൃശ്യത്തിന്റെ ഭണ്ഡാരമുണ്ടല്ലോ, ഒരാൾക്കും നീ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് നിന്റെ അടുക്കൽ നീ സ്വന്തമായി കാത്തുവച്ചിരിക്കുകയാണ്. അങ്ങനത്തെ പേരുകളും നിനക്കുണ്ട്. ആ പേരുകളും മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇതൊക്കെ മുൻനിർത്തി പറഞ്ഞിട്ട് ചോദിക്കുന്നത് 4 കാര്യങ്ങളാണ്. അൻതജഅലൽ ഖുർആൻ, ഖുർആനിനെ നീ ആക്കണേ അല്ലാ റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. വനൂറ സദ്രി, എന്റെ നെഞ്ചകത്തുള്ള ഇരുട്ടുകൾ നീക്കുന്ന പ്രകാശമാക്കണേ. വജില അഹ്സിനി, എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നീക്കിക്കളയുന്ന അവസ്ഥയിലാക്കണേ. വദഹാബ ഹമ്മി, എന്റെ മനക്ലേശങ്ങളെ ഇല്ലാതെയാക്കി കളയുന്ന വിധത്തിൽ ഖുർആനിനെ നീ 4 സ്വഭാവങ്ങളിൽ എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് തരണേ. ഖുർആനികമായ ഒരു വസന്തം എന്റെ ഹൃദയത്തിൽ. വസന്തകാലത്തിന്റെ പ്രത്യേകത നല്ല നറുമണം പരത്തുന്ന കാലമാണത്. ചെടികളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ പുഷ്പിക്കുന്ന, കായികനികളെ സമർപ്പിക്കുന്ന, സുഗന്ധം വമിക്കുന്ന കാലമാണത്. നല്ല പച്ചപ്പുള്ള കാലമാണത്. കട്ടകീറി വരണ്ട് കിടക്കുന്ന തരിശു ഭൂമികളിലെല്ലാം നല്ല നല്ല മനോഹരമായ പച്ചപ്പിന്റെ ദൃശ്യങ്ങൾ വിളയുന്ന കാലമാണത്. ആ നിലയ്ക്ക് എന്റെ ഹൃദയത്തിൽ എല്ലാ അർത്ഥത്തിലും വിഷമങ്ങളെ നീക്കിക്കളയുന്ന വിധത്തിൽ ഖുർആൻ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. എന്റെ ഹൃദയത്തിൽ കട്ട പിടിച്ചു കിടക്കുന്ന സംശയത്തിന്റെ ഇരുട്ടുകളുണ്ട്, ടെൻഷന്റെ ഇരുട്ടുകളുണ്ട്, അതുപോലെയുള്ള ഹസദിന്റെ ഇരുട്ടുകളുണ്ട്, കിബറിന്റെ ഇരുട്ടുകളുണ്ട്. ഏതെല്ലാം ദുർഗുണങ്ങളാകുന്ന ദുസ്വഭാവങ്ങളാകുന്ന ഇരുട്ടുകളുണ്ടോ അതൊക്കെ നീക്കിക്കളയുന്ന പ്രകാശമാക്കണേ. എന്റെ മനസ്സിനെ ടെൻഷനാക്കിയ പല കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ എന്റെ കുടുംബ പ്രശ്നമാവാം, അല്ലെങ്കിൽ എന്റെ ശാരീരിക രോഗമാവാം, അതല്ലെങ്കിൽ എന്റെ സാമ്പത്തിക മേഖലയാവാം, അതല്ലെങ്കിൽ എന്റെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഞാൻ വസിക്കുന്ന എന്റെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളാവാം. എന്തെന്ത് കാര്യങ്ങൾ കൊണ്ടാണോ എന്റെ മനസ്സിന് ഹമ്മ് വന്നത്, എന്റെ മനസ്സിന് ഹുസ്ന് പിടികൂടിയത്, അതൊക്കെ നീക്കിക്കളയുന്നവ ചില ഹുസ്നി വദഹാബ ഹമ്മി എന്ന ഏത് മനുഷ്യന് ടെൻഷൻ വരുമ്പോഴും അവനങ്ങ് പറഞ്ഞാൽ അവന്റെ മനക്ലേശങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് വല്ലാത്തൊരു സന്തോഷം അവന്റെ ഖൽബിൽ റബ്ബ് പ്രദാനം ചെയ്യുന്നു. ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ പ്രത്യേകമായ ദുആ ദിക്ർ നമുക്ക് അറിയാമോ? ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്. ഇനിയും ആ മേഖലയിൽ കൊച്ചു ദിക്റുകളുമുണ്ട്. ദഅവാത്തുൽ മക്റൂബ്, ടെൻഷൻ അകപ്പെട്ടിട്ടുള്ളവരുടെ ദുആകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത മുസ്തഫ ഇതാ ഇത്ര തന്നെ ദീർഘമല്ലെങ്കിലും ഒരു ചെറിയ ദുആ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുമ്മ റഹ്മതക അർജൂ ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ വാസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ റഹ്മതക അർജൂ, നിന്റെ കാരുണ്യത്തെ ഞാനിതാ ആശിക്കുകയാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി, ടെൻഷൻ വന്നാൽ ഒരു കുഴപ്പം വരാനുണ്ട്. പിന്നെ മനസ്സിന്റെ കൺട്രോൾ അങ്ങ് തെറ്റിപ്പോകും. പിന്നെ അരുതാത്ത ചിന്തകൾ കടന്നുകൂടും. ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നിപ്പോകും. കത്തിയെടുത്തങ്ങ് കുത്തി മരിച്ചാലോ എന്ന് തോന്നിപ്പോകും. ഞരമ്പങ്ങ് കട്ട് ചെയ്ത് ചോരവാർന്നു മരിച്ചാലോ എന്ന് തോന്നിപ്പോകും. അതൊക്കെ മനസ്സിന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. റബ്ബേ, ഓരോ സെക്കൻഡിലും നിന്റെ നോട്ടം എന്നിലില്ലാതെ പോയാൽ ഞാൻ അങ്ങ് തകർന്നു പോകും. അതുകൊണ്ട് ഫലാ തകിൽനി, നീ എന്നെ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കല്ലേ. ഇലാ നഫ്സി തർഫത ഐൻ,
ഒരു കണ്ണിമ വെട്ടാൻ മൈക്രോ സെക്കൻഡ് നേരമേ വേണ്ടോ. ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് അങ്ങ് വിട്ടിട്ട് നീ എന്നെ കൈയൊഴിക്കല്ലേ അല്ലോ. വാസ്ലിഹിലി, നീ എനിക്ക് നന്നാക്കി തരണേ. ഏതൊക്കെ കാര്യങ്ങളിലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി കുല്ലഹു, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിനക്കറിയാം ഏതാണ് നന്നാക്കേണ്ടതെന്ന്. നീ നന്നാക്കി തരണേ. എന്തേ ഞാൻ ഇങ്ങനെ താണുകയാണ് നിന്നോട് മാത്രം പറയുന്നത്? നിന്നോടല്ലാതെ എനിക്കൊരാളോട് ഇത് പറയാനില്ലല്ലോ. കാരണം ലാ ഇലാഹ ഇല്ലാ അന്ത, നീയല്ലാതെ ഒരു ഇലാഹുമില്ലല്ലോ. അതുകൊണ്ട് എന്റെ സങ്കടം പങ്കുവെക്കാൻ നിന്റെ തിരുസന്നിധിയിലേക്കല്ലാതെ എനിക്ക് കൈയുയർത്താനില്ലല്ലോ. കണ്ടോ, ടെൻഷൻ വരുമ്പോ ഈ തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിപ്പിക്കുന്നത് പതിവാണ്. തൗഹീദ് എന്ന മനുഷ്യനെ തെറ്റിച്ച് കളയുക പലപ്പോഴും എപ്പോഴാണ്? ടെൻഷൻ വല്ലാതെ പിടികൂടുമ്പോഴാണ്. റബ്ബല്ലാത്തവർക്ക് നേർച്ച നേരാൻ, റബ്ബല്ലാത്തവരുടെ പേരിൽ അറിവ് നടത്താൻ, റബ്ബല്ലാത്തവരെ വിളിച്ചു തേടാൻ, റബ്ബ് വിരോധിച്ചിട്ടുള്ള ഇടങ്ങളിൽ പോയി ചുംബനമർപ്പിക്കുവാൻ, അവിടെ വിളക്ക് കൊളുത്തുവാൻ, വസ്ത്രം കൊണ്ട് മൂടുവാൻ, നൂറുകൂട്ടം കാര്യങ്ങൾക്ക് അത് മതഭേദമില്ലാതെ പലയിടങ്ങളിലും കയറി ഇറങ്ങുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന നേരമാണ്. വല്ലാത്തൊരു ടെൻഷനിൽ അകപ്പെടുമ്പോ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഒരു രക്ഷ എവിടെന്നാണെന്ന് മനുഷ്യൻ പരതിപ്പായുന്ന കാലമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു കാന യഖൂൽ, അവിടുന്ന് ഇൻദൽ കർബി, വിഷമം ബാധിക്കുമ്പോ എപ്പോഴും പറയുന്ന ഒരു ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. 3 തവണയാണ് ഒരൊറ്റ ഇരിപ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. എന്തേ അല്ലാഹയല്ലാതെ ഒരാരാധ്യനില്ലെന്ന്, എന്തുകൊണ്ടേ അവൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന്, എന്തേ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന്, എന്തേ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഞാൻ മറ്റുള്ളതായ ഇബാദത്തിന്റെ കാര്യങ്ങളൊന്നും സമർപ്പിച്ചുകൂടാ എന്ന് എന്നെ പഠിപ്പിക്കുകയാണ് ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹയോടും ചേർത്ത് വെച്ച് പറയുന്നത്. കാരണം അവനാണ് അലീം, അലീം റബ്ബല്ലാതെയില്ല. അവനാണ് ഹലീം, ഹലീം അവനല്ലാതെയില്ല. റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അൽ അർശ് എന്ന് പറയുന്ന മഹത്തായ ആ അർശിന്റെ ഉടമയും അവനല്ലാതെ ലോകത്തില്ല, തീർന്നില്ലല്ലോ. അവനാണ് റബ്ബുസ് സമാവാതി, സപ്താകാശങ്ങളുടെയും റബ്ബ് അവൻ മാത്രമാണ്. റബ്ബുൽ അർളി, സപ്തഭൂമികളുടെയും റബ്ബ് അവൻ മാത്രമാണ്, തീർന്നില്ലല്ലോ. റബ്ബുൽ അർശിൽ കരീം, എത്രത്തോളം ഉദാരനാണവൻ. ആ നിലക്ക് ഒരു കരീമായ റബ്ബ്, ആ നിലക്കുള്ള ഉദാരനായ ഒരു റബ്ബ്, ആ നിലക്കുള്ള മഹത്വമുള്ള ഒരു റബ്ബ് വേറെ ആരാ എനിക്കുള്ളത്? അതുകൊണ്ട് റബ്ബേ, ഈ ദിക്റുകളിൽ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ദുആയുടെ കഷ്ണം കാണുന്നില്ലല്ലോ. പക്ഷേ ഈ ദിക്റുകൾ തന്നെയും അതിൽ ദുആ ഉള്ളടങ്ങിയിട്ടുണ്ടെന്ന് ഉലമാ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? എന്തേ റബ്ബേ ഞാൻ നിന്നോട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ശിർക്കിലേക്ക് വഴിമാറിപ്പോകുന്നവരവസ്ഥ എൻ്റെ ഈ ടെൻഷൻ കാരണം വരാതെ നീ എന്നെ കാത്തുകൊള്ളണേ അല്ലാ. കാരണം ഈ എണ്ണിപ്പറഞ്ഞ സിഫത്തുകളും ഗുണങ്ങളും പ്രത്യേകതകളുമൊക്കെ നിനക്ക് മാത്രമേ ഉള്ളൂ റബ്ബേ. അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണേ എന്ന ദുആ ഈ തഹ്ലീലിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, കൊച്ചു മറ്റൊരു ദുആ നോക്കൂ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, ഖയ്യൂമായ നിയന്താവായ ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, ഹയ്യവൻ മാത്രമാണ്, മരണമില്ലാത്തവൻ, ഉറക്കമില്ലാത്തവൻ, മയക്കമില്ലാത്തവൻ, എല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം, റഹ്മാനായ റബ്ബല്ലാതെ ലോകത്തൊരാളുമില്ലല്ലോ. അങ്ങനെയുള്ള ഹയ്യായ റബ്ബേ, ഖയ്യൂം റബ്ബേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എന്റെ മനസ്സിൽ ഞാനിതാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, അറ്റമില്ലാത്ത റഹ്മത്തിന്റെ ഭണ്ഡാരത്തിന്റെ ഉടമയല്ലേ റബ്ബേ നീ. ആ റഹ്മത്തുകൾ മുഴുവനും എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നിന്നോട് ഞാനിതാ
അസ്തഗീസ്, ഞാനിതാ സഹായം തേടുന്നു അല്ലാ, ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹക്ക് വല്ലാതെ ടെൻഷൻ വന്നു എന്ന് പറഞ്ഞപ്പോ ബീവിയോട് നബി തങ്ങൾ പറയാണ്, അസ്മാ ഈ പ്രകാരം പറഞ്ഞോളൂ, ടെൻഷൻ വരുമ്പോ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. എന്ത് ടെൻഷൻ എന്നെ വേട്ടയാടിയാലും, ഏത് പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടാലും അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല എന്ന് ദൃഢമായി നീ പറഞ്ഞോ എന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് ടെൻഷൻ വരുന്ന നേരത്തെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കുന്നു. എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് നമുക്കുള്ള പരിഹാരം.